ശോഭാ സുരേന്ദ്രന് വക്കീൽ നോട്ടീസ് അയച്ച് ഗോകുലം ഗോപാലൻ. വാർത്താസമ്മേളനത്തിൽ മാനഹാനിയുണ്ടാക്കുന്ന തരത്തിൽ പരാമർശം നടത്തിയതിന് നഷ്ടപരിഹാരമായി 10 കോടി രൂപ നൽകണം എന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ്. അല്ലാത്തപക്ഷം സിവിൽ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കുമെന്ന് നോട്ടീസിൽ പറയുന്നു. ഇക്കഴിഞ്ഞ ഏപ്രിൽ 24-ാം തീയതി ആലപ്പുഴയിൽ വെച്ചാണ് NDA സ്ഥാനാർത്ഥി കൂടിയായ ശോഭാ സുരേന്ദ്രൻ ആദ്യ വാർത്താസമ്മേളനം വിളിച്ചത്. അന്ന് ഗോകുലം ഗോപാലന്റെ പേര് പരോക്ഷമായി പരാമർശിച്ച് ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു. ഈ ആരോപണങ്ങളൊന്നും സത്യമല്ലെന്ന് ഗോകുലം ഗോപാലൻ ശോഭാ സുരേന്ദ്രൻ അയച്ച വക്കീൽ നോട്ടീസിൽ പറയുന്നു. പിന്നീട് ഏപ്രിൽ 25-ന് ശോഭ വീണ്ടും വാർത്താ സമ്മേളനം വിളിച്ചപ്പോൾ ഗോകുലം ഗോപാലൻ ചിട്ടിയും ബിസിനസ്സും നടത്തി ധാരാളം ആളുകളുടെ പണവും ഭൂമിയും തട്ടിയെടുത്തെന്നും കൊള്ളപ്പലിശ വാങ്ങിയാണ് പണമുണ്ടാക്കുന്നതെന്നും പറഞ്ഞിരുന്നു. എന്നാൽ താൻ ചെന്നൈ ആസ്ഥാനമാക്കിയാണ് എല്ലാ ബിസിനസ്സുകളും ചെയ്തു വരുന്നതെന്നും ശ്രീഗോകുലം ചിറ്റ് ആൻഡ് ഫിനാൻസ് കമ്പനി തമിഴ്നാട്ടിൽ കേന്ദ്ര ചിട്ടി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചു വരുന്നതാണെന്നും വക്കീൽ നോട്ടീസിൽ പറയുന്നു. വാർത്താ സമ്മേളനത്തിൽ തന്നെക്കുറിച്ച് പറഞ്ഞ മുഴുവൻ പ്രസ്താവനകളും കളവും അടിസ്ഥാനമില്ലാത്തതുമാണെന്നും നോട്ടീസിൽ പറയുന്നുണ്ട്. നോട്ടീസ് കിട്ടി 7 ദിവസത്തിനകം മാനഹാനിക്ക് നഷ്ടപരിഹാരമായി 10 കോടി രൂപ നൽകണമെന്നാണ് വക്കീൽ നോട്ടീസിലെ ആവശ്യം. ഇല്ലെങ്കിൽ സിവിൽ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കുമെന്നും നോട്ടീസിൽ പറയുന്നു. റിപ്പോർട്ടർ, കോഴിക്കോട്.